ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ അടുത്ത ക്വസ്റ്റിലേക്ക് പോകണം. ക്വസ്റ്റ്യൻ നമ്പർ 8 നമ്മൾ പോകുന്നത്. ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. ഇവിടെ ഈ ക്വസ്റ്റ്യനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് പലപ്പോഴും പറഞ്ഞതാണ്. നമ്മൾ LMRPയിലും എല്ലാത്തിലും ഇതുണ്ട്. ഈ ക്വസ്റ്റ്യൻ ഇല്ലാതെ എനിക്ക് തോന്നുന്നില്ല ഈ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം. ഓക്കെ, ഇത്ര പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഇത് എക്സാമിന് ചോദിക്കുകയും ചെയ്തതാണ്. ദി ലീസ്റ്റ് വാല്യൂ ഓഫ് n ഫോർ വിച്ച് ദി നമ്പർ ഓഫ് ഇൻറ്റഗ്രൽ ടേംസ് ഇൻ ദി ബൈനോമിയൽ എക്സ്പാൻഷൻ ഓഫ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യണമെന്നുള്ള ഷോർട്ട് കട്ടൊക്കെ നമ്മൾ പറഞ്ഞതാണ്. Cube root of 7 plus 12th root of 11 the whole power n is 183. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് ലീസ്റ്റ് വാല്യൂ ഓഫ് n ആണ്, ഫോർ വിച്ച് ദി നമ്പർ ഓഫ് ഇൻറ്റഗ്രൽ ടേംസ് ഇൻ ദി ബൈനോമിയൽ എക്സ്പാൻഷൻ. ഈ ബൈനോമിയൽ എക്സ്പാൻഷനിലെ നമ്പർ ഓഫ് ഇൻറ്റഗ്രൽ ടേംസ് എന്ന് പറയുന്നത് 183 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യേണ്ടത്? വളരെ ഈസിയാണ്. ഇതിനെ നമുക്ക് ജസ്റ്റ് നോക്കിക്കടാ, ഇവിടെ നമുക്ക് ഇതിൻ്റെ നമ്പർ ഓഫ് ഇൻറ്റഗ്രൽ ടേംസ് അറിയണമെങ്കിൽ ആദ്യം ഇതിനെ നമുക്ക് 7⁻⁴ എന്ന് എഴുതാം, പ്ലസ് 11⁻⁴ എന്ന് എഴുതാം. ദി ഹോൾ പവർ n ആണ്. നമുക്കറിയാം ഇവിടെ P/Q R/S ഫോമിൽ വരുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ 3ൻ്റെയും 4ൻ്റെയും LCM ഏത് നമ്പേഴ്സിൻ്റെയാണ്? ഈ രണ്ട് നമ്പേഴ്സിൻ്റെ LCM എടുക്കണം. അതിൻ്റെ LCM നിങ്ങൾക്കറിയാം 12 ആണ് അല്ലേ? 3ൻ്റെയും 12ൻ്റെയും LCM എന്ന് പറയുമ്പോഴത്തേക്കും എത്ര വരും? 3ൻ്റെയും 12ൻ്റെ LCM എന്ന് പറയുമ്പോഴത്തേക്കും 12 വരും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എങ്ങനെ ചെയ്യാൻ പറ്റും? ഇവിടെ ഇതിന് ഇൻഡെക്സ് n ആണ്. സോ n/LCM 12 എഴുതാം. പിന്നെ അതിനുശേഷം 1 ആഡ് ചെയ്യണം അല്ലേ? n/12 ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ആണ്, അതായത് സ്റ്റെപ്പ് n/12 ആണ്. സ്റ്റെപ്പ് ഓഫ് n/12 പ്ലസ് 1 ആണ്. ആൻഡ് ദിസ് ഇസ് ഗിവൺ ടു ബി ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു എത്രയാണെന്ന് നമുക്ക് തന്നിട്ട് 183. അപ്പോൾ സ്റ്റെപ്പ് n/2 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ഇൻറ്റഗ്രൽ ടേംസ് ഓഫ് സച്ച് കൈൻഡ് ഓഫ് ബൈനോമിയൽ ആണ്. അപ്പോൾ ഇത് നമുക്ക് 183 എന്നാണ് തന്നിരിക്കുന്നത്. യെസ്, അപ്പോൾ n/12 ഇസ് ഈക്വൽ ടു 182 എന്ന് കിട്ടും. n/12 182 കിട്ടണമെങ്കിൽ, അതായത് ഗ്രേറ്റസ്റ്റ് ബോക്സിനകത്ത് x ഉണ്ട്, എക്സിൻ്റെ വാല്യൂ 1/182 എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? എക്സ് 182 അല്ലെങ്കിൽ അതിനേക്കാൾ വലുതായിരിക്കണം അല്ലേ? പക്ഷേ എന്തായിരിക്കണം? 182 അല്ലെങ്കിൽ അതിനേക്കാൾ വലുതായിരിക്കണം, പക്ഷേ സ്ട്രിക്ട്ലി ലെസ് ദാൻ 183 ആയിരിക്കണം. കാരണം 183 എടുക്കാൻ പാടില്ല. ഓക്കെ, നമ്മൾ 12 കൊണ്ട് ത്രൂ ടു മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 12 ഇൻറ്റു 182 ലെസ് ദാൻ ഈക്വൽ ടു n ലെസ് ദാൻ 183 ഇൻറ്റു 12 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മിനിമം വാല്യൂ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ? മിനിമം അല്ലേ, ലീസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ മിനിമം വാല്യൂ ആണ്. സോ ദ മിനിമം വാല്യൂ ഇസ് ഈക്വൽ ടു, എങ്ങനെയാണ് കിട്ടുക? മിനിമം വാല്യൂ ഇസ് ഈക്വൽ ടു, സോ മിനിമം വാല്യൂ ഇസ് ഈക്വൽ ടു എന്താണ്? 12 ഇൻറ്റു 182 ആണ്. ആൻഡ് ഇഫ് യു മൾട്ടിപ്ലൈ ബോത്ത് യു വിൽ ഗെറ്റ് 2184 എന്നാണ് കിട്ടുക. 2184 എന്ന് പറയുമ്പം ഏത് ഓപ്ഷനാണ് കറക്റ്റ് വരിക? ഓപ്ഷൻ 1 ആണ് കറക്റ്റായിട്ട് വരിക. ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എക്സ് എന്ന് പറയുന്നത് ലൈസ് ബിറ്റ്വീൻ 2 ആൻഡ് 3 എന്ന് പറഞ്ഞാൽ, ഓക്കെ 1 മിനിറ്റ്, ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എക്സ് ഈക്വൽ ടു, ഇങ്ങനെ ഒരു ഇക്വേഷൻ പറയാം, ഞാൻ എക്സാമ്പിളായിട്ട് പറയുകയാണ്. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എക്സ് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? എക്സ് എന്ന് പറയുന്നത് 5 ആയിരിക്കണം, അല്ലെങ്കിൽ 5 കൂടുതലാവാം, പക്ഷേ 6-നേക്കാൾ കുറവായിരിക്കണം. എന്നാൽ അതായത് 5 ബോക്സ് 5 എന്ന് പറഞ്ഞാൽ 5 ആണ്, 5.1 5 ആണ്, 5.2 5 ആണ്, 5.9 5 ആണ്, അങ്ങനെ 5.99 5 ആണ്, ക്ലോസ് ടു 6 വരെ വരാം. 6 ആയിക്കഴിഞ്ഞാൽ അത് 6 ആയി മാറും. അപ്പോൾ ഇൻ ബിറ്റ്വീൻ 5 ആൻഡ് 6 വേർ 5 ഈസ് ക്ലോസ്ഡ് ആൻഡ് 6 ഈസ് ഓപ്പൺ. ഞാൻ ഇതൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞു കേട്ടോ, ഈ പ്രോബ്ലത്തിൽ അതില്ല, എക്സാമ്പിളായിട്ട് പറഞ്ഞാണ്. ഇപ്പോൾ ഈ പ്രോബ്ലത്തിലാണെങ്കിൽ ബോക്സ് വാല്യൂ എന്ന് പറയുന്നത് 182 ആണ്. അപ്പോൾ ബോക്സിനകത്ത് എന്താണോ അത് 182 അല്ലെങ്കിൽ അതിനേക്കാൾ ഗ്രേറ്റർ ആയിരിക്കണം, ബട്ട് 183-നേക്കാൾ ലെസ് ആയിരിക്കണം. ദെൻ യു കാൽക്കുലേറ്റ് n എന്ന് പറയുമ്പോൾ 12 ക്രോസ് മൾട്ടിപ്ലൈ. അപ്പോൾ അതിൻ്റെ മിനിമം വാല്യൂ എന്ന് പറയുന്നത്, ലീസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് അതാണെന്ന് മനസ്സിലാക്കുക കേട്ടോ. ഇതാണ് ആൻസർ വരിക. ഓക്കെ അല്ലേ? ക്ലിയർ? അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ടൊരു ക്വസ്റ്റൻ ആണ്, ഒരു ഈസി കാറ്റഗറിയിൽ പെടുത്താവുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, പഠിക്കുക, എക്സാമിന് വീണ്ടും ഇത് പ്രതീക്ഷിക്കാം. ഓക്കെ.